പണ്ട് നമ്മളൊരു തമാശ കേട്ടിട്ടുണ്ട്, ഈ ഓപ്പറേഷൻ സക്സസ് ബട്ട് പേഷ്യന്റ് ഡൈഡ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഭരണത്തിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല, പക്ഷേ കയർ മേഖലയിൽ, പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ, അങ്ങനെ പല പല മേഖലകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതിലുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. സ്വാഭാവികം. ഇപ്പോൾ യോഗിയുടെ സന്ദേശം വായിച്ചത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ശരിയായില്ല എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം വിമർശിക്കപ്പെട്ടത് ആ രീതിയിലാണോ? രണ്ട് രീതിയിലാണ്. ഒന്ന്, അതിലുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഹിന്ദു സമുദായ നേതാക്കന്മാരെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരെല്ലാവരും തന്നെ പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ CPM-നൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു അത്. അതിനെ ഉൾക്കൊള്ളാൻ അവർ ഇപ്പോഴും തയ്യാറല്ല. രണ്ട്, അതുമായി ബന്ധപ്പെട്ട വലിയ ഭാരിച്ച ബാധ്യതയുണ്ടാക്കിയ സാമ്പത്തിക സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ഒരു നേതാവ് അല്ലെങ്കിൽ BJP-യുടെ ഒരു നേതാവ് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയാൽ പോലും അത് വർഗീയതയാണ് എന്ന് വേണമെങ്കിൽ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങളെ കൃത്യമായി വിമർശിച്ചില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വർഗീയവാദമാണോ എന്നതിനെക്കുറിച്ച് പറയാനായിട്ട് ഇവർ തയ്യാറല്ല. അത് പൊതിഞ്ഞു പിടിക്കുകയാണ്. ശ്യാമളയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? അതിന്റെ പഴി മുഴുവൻ ആർക്കാ ചാരുന്നത്? കണ്ണൂർ ഘടകത്തിനാണ്. അതൊരു സ്വജനപക്ഷപാത വിഷയമായിട്ടാണ് അത് വിമർശിക്കപ്പെട്ടത്. അല്ലാതെ കണ്ണൂർ ഘടകത്തിന്റെ തെറ്റായ തീരുമാനം എന്ന രീതിയിലാണോ ശ്രീ മഞ്ജുഷ് നമ്മൾ ശ്യാമളയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിനെ വിമർശിച്ചത്? അല്ല. അപ്പൊ സ്വജനപക്ഷപാതം എന്നുള്ള ശരിയായ വിഷയത്തിലേക്ക് അദ്ദേഹം വരുന്നില്ല. പിന്നെ അതല്ല ഉദ്ദേശം. മറ്റു കാര്യം പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ തോൽവിയുടെ കാരണങ്ങളെ കുറിച്ച് വാട്സ്ആപ്പ് വഴിയും ഇമെയിൽ വഴിയും അഭിപ്രായങ്ങൾ തേടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോഡേൺ ആയിട്ടുണ്ട് പാർട്ടി, പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് പുതുവഴികൾ എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് ഭരണം മൊത്തം പോയിട്ട് അടപടലം പണി കെട്ടിയിട്ട് പെരുവഴിയിൽ നിൽക്കുന്ന സമയത്ത് പെരുവഴികൾ എന്നുള്ള പേരായിരുന്നു കുറച്ചുകൂടെ ചേരുന്നത്. പക്ഷേ പുതുവഴികൾ എന്നുള്ളൊരു പേരാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. നല്ല കാര്യം. അത് RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം.